നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ സുധീഷും ഹരീഷും കൂടെ പച്ചക്കറി കടയിൽ പോയി കുറേ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. സാധാരണ ഇതെല്ലാം സുഭാഷാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു, ഇതെന്താടാ ഇങ്ങനെയൊക്കെ? ഞാനിതൊക്കെ പോയി വാങ്ങിച്ചോളൂ അല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, അത് വേണ്ട, ഇനിയിപ്പോൾ അത് വാങ്ങിക്കാൻ പോകുന്ന സമയത്തെ സുഭാഷേന് ഇനിയിപ്പോൾ ആ വഴി പോവാൻ തോന്നിയാലോ പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് പിന്നാലെ വരത്തില്ലേ? എടാ ഞാൻ അങ്ങനെയൊന്നും പോവത്തില്ല, അപ്പോഴെനിക്ക് അങ്ങനെ പോകാൻ തോന്നിയെന്ന് കരുതിയിട്ട് എപ്പോഴും ഞാൻ അങ്ങനെ പോകുമെന്ന് വിചാരിച്ചാണ് നീക്കിയിരിക്കുന്നത്. ഞങ്ങൾക്കേ സുഭാഷേന് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരെന്ന് പറഞ്ഞു. ഇത് കേട്ടതും നിധി പറഞ്ഞു, സുഭാഷേട്ടന് ഇത് നിസ്സാര കാര്യമായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് എത്രമാത്രം വിഷമമായെന്നറിയാം സുഭാഷേട്ടനെ കാണാതെ വന്നു കഴിഞ്ഞപ്പം. സുഭാഷ് പറഞ്ഞു, മോളെ ഞാൻ ഇനി അങ്ങനെയൊന്നും പോകത്തില്ല. ആ ജോഡ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, അതിനുള്ള മാർഗമൊക്കെ കണ്ടെത്തിയിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. മാർഗമോ? അതെ. കുറച്ച് കഴിയുമ്പോഴത്തേനും 3-4 ജ്യോത്സ്യന്മാർ ഇങ്ങോട്ടേക്ക് വരും. അവർ സുഭാഷേൻ്റെ ജാതകം നോക്കിയിട്ട് എല്ലാവരും ഒരേപോലത്തെ കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ സുഭാഷേണ്ണ ഈ വീട് വിട്ട് പോയിക്കോ, കുഴപ്പമില്ല. പക്ഷേ പലരും പലതാ പറയുന്നെങ്കിൽ സുഭാഷേണ്ണ ഒരു കാരണവശാലും വീട് വിട്ട് പോകാൻ പാടില്ല. ആ ചിന്ത അങ്ങോട്ട് മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞോണമെന്ന് പറഞ്ഞു. സുഭാഷേണ്ണ ഈ വീട്ടിലുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ നല്ലത് നടക്കില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. എടാ ഇതൊക്കെ എന്തിനാ ഇപ്പം? അതൊക്കെ വേണം, ഞങ്ങളതൊക്കെ വേണ്ടതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഓട്ടോറിക്ഷയിൽ ഒരാൾ വന്നു. അങ്ങനെ 2 പേര് വന്നു. അങ്ങനെ 3-4 ജ്യോത്സ്യന്മാർ വീട്ടിലേക്ക് കയറി വരുവാണ്. ആ സമയത്ത് സുധീഷും ഹരീഷും നികേഷും ഒക്കെ പോയി അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു, എടാ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? വേണം സുഭാഷ് ഏട്ടാ, വെറുതെ അല്ലല്ലോ, നമുക്ക് നോക്കാം. ഒരു ജോത്സ്യം എന്തോ ഒന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ വീട് വിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു. അപ്പം നമുക്കറിയാലോ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഹരീഷ് പറഞ്ഞു, അല്ല എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഒരേ കാര്യം തന്നെ പറഞ്ഞാലോ, നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞേ, അതെ എല്ലാവരെയും കൂടെ ഒരുപോലെ വിളിച്ച് അകത്തേക്ക് കയറ്റുന്നില്ല, ഓരോരുത്തരായിട്ട് വിളിച്ച് കയറ്റുന്നുള്ളൂ. കാരണം ഒരാൾ പറയുന്ന മറ്റൊരാൾ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നികേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഇവരെ ഒന്ന് ഡീൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് അവർക്കുള്ള ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നു. നികേഷ് സിറ്റൗട്ട് കൊണ്ടുപോയിട്ട് അവർക്കെല്ലാം ചായ കൊടുത്ത് എല്ലാവരും അവിടെ ഇരുത്തി. ഈ സമയത്ത് നിധി സുധീഷിനോട് പറഞ്ഞു, ഇത് ഓക്കെ ആകുമോ എന്ന് ചോദിച്ചു. പിന്നെ ഓക്കെ ആവാതെ ആദ്യത്തെ ആളെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ആളെ വിളിച്ചു. ആദ്യത്തെ ആൾ അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നു. ആ സമയത്ത് സുധീഷ് എന്ത് ചെയ്തു, ജാതകം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അതെ സ്വാമി ഈ ജാതകം ഒന്ന് നോക്കിയിട്ട് പറയണമെന്ന് പറഞ്ഞു. അതിനെന്താ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ജാതകം എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു കോടീശ്വരൻ്റെ ജാതകമാണല്ലോ. ഈ സമയത്ത് ഭാസ്കരനും അങ്ങോട്ടേക്ക് വന്നു. ഭാസ്കരനും അവിടെ ഇരുന്നു. കോടീശ്വരനോ? അതെ, ഇയാളൊരു കോടീശ്വരൻ, ആ യോഗമുള്ള ആളാണ്. സുധീഷ് ഹരീഷും ഒക്കെ എല്ലാവരും സുഭാഷിനെ നോക്കണം. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അല്ല സ്വാമി, ഇതേ ഈ ജാതക പ്രകാരം ഇയാളുടെ കല്യാണം എപ്പം നടക്കുമെന്ന് പറയാൻ പറ്റുമോ? കല്യാണോ? അത് നടന്നു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. നടന്നു കഴിഞ്ഞെന്നോ? അതെ, കല്യാണം നടന്ന് അതെ ഒരു പെൺകുഞ്ഞാണ് ഉള്ളതെന്ന് പറഞ്ഞു. പെൺകുഞ്ഞോ? സുഭാഷ് ഏട്ടാ ഇനി ഞങ്ങളറിയാതെ വല്ല കല്യാണം കഴിച്ചോ? പെട്ടെന്ന് സുധീഷും ഹരീഷും നികേഷും ഒക്കെ സുഭാഷിനെ നോക്കുന്നുണ്ട്. സുഭാഷ് പറഞ്ഞു, എടാ എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ദേ വെറുതെ അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ 2-മത്തെ ആളെ വിളിച്ചു. 2-മത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, മഹാലക്ഷ്മിയെ പോലൊരു പെൺകുട്ടിയാണ് ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. അതെ അമ്മ നോക്കുന്ന പോലെ അത്ര കാര്യത്തോട് കൂടിയിട്ടായിരിക്കും നോക്കുന്നത്. ഈ ജാതകപ്രകാരം ഇയാളുടെ അമ്മ നേരത്തെ മരിച്ചു പോയതാണല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അയാളിങ്ങനെ പറഞ്ഞു. അടുത്തയാളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, വടക്ക് നിന്നായിരിക്കും പെൺകുട്ടി വരാൻ പോകുന്നത്, നല്ലൊരു ജീവിതമായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നൊക്കെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം 4 പേരും പറഞ്ഞത്. ചീത്തയായിട്ട് മോശമായിട്ട് കാര്യം പറഞ്ഞില്ല. പിന്നെ 4-മത്തെ ആൾ പറഞ്ഞു, അതെ കുടുംബക്ഷേത്രത്തിൽ പോയി കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തണം, അധികം വൈകാതെ തന്നെ വിവാഹം കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അങ്ങനെ കുറച്ച് പ്രതിവിധികളൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സുധീഷും നികേഷും ഹരീഷും ഒക്കെ സുഭാഷിനോട് പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ട്? ഏതോ ഒരു ജ്യോത്സ്യം വന്നു എന്തോ ഒന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ വീട് വിട്ടു പോയത്. ഇപ്പം വന്നൊരു 4 പേരും 4 തരത്തിലാണ് പറഞ്ഞത്. ഇപ്പം മനസ്സിലായില്ലേ? പിന്നെ അത് മാത്രമല്ല സുഭാഷ് ഏട്ടൻ ഈ പറയുന്ന ദോഷവും കാര്യങ്ങളൊന്നുമില്ല, സുഭാഷ് ഏട്ടൻ്റെ നല്ല ജാതകമാണ്. ഭാസ്കരൻ പറഞ്ഞു, അത് ശരിയാണല്ലോ. എന്നിട്ടോ ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞുകൊണ്ട്, എടാ നിനക്ക് നാണോ ഇല്ലടാ സുഭാഷ് എന്ന് ചോദിച്ചു. ആ സമയം സുഭാഷ് പറഞ്ഞു, എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു, ഞാൻ ആകെ പഴയ ടെൻഷനായിരുന്നു പോയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അല്ല ഒരു കുടുംബക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ,
അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കുടുംബക്ഷേത്രം എവിടെയാണ്? നമുക്ക് അവിടെ പോയി വഴിപാടുകളും കാര്യങ്ങളും നടത്താം. വിവാഹം നടക്കാനായിട്ട് തടസ്സമാണെങ്കിൽ, കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം അതാണെങ്കിൽ നമുക്കങ്ങനെ ഒന്ന് പോയി നടത്തി നോക്കാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് സുധീഷ് പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല, കുടുംബക്ഷേത്രം എവിടെയാന്ന്. ഹരീഷൻ പറഞ്ഞു, ഞാനും പറഞ്ഞ് കേട്ടിട്ടില്ല. സുഭാഷിനോട് ചോദിച്ചപ്പോൾ സുഭാഷിനും അറിയില്ല. ഒടുവിൽ ഭാസ്കറിൻ്റെ അടുത്ത് നിന്ന് അവർ ചോദിച്ചു, കുടുംബക്ഷേത്രം എവിടെയാ? അവിടെ പോയി കുറച്ച് പൂജകളും വഴിപാടുകളൊക്കെ നടത്താനാണ്. ഭാസ്കരൻ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഞാനൊരു കുടുംബക്ഷേത്രത്തിൽ ഇതിനു മുമ്പ് പോയിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി. അപ്പോഴേക്കും നീതി പറഞ്ഞു, ഒരുപക്ഷെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. ഇതിപ്പോൾ ആകെപ്പാടെ പെട്ടുപോയല്ലോ, എന്ത് ചെയ്യും? ആ സമയം സുധീഷ് പറഞ്ഞു, നോക്കാം, നമുക്ക് എന്തേലും മാർഗം ഉണ്ടാതിരിക്കില്ല, എന്തേലും ഒരു ഇത് കിട്ടും നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് ചിന്തിക്കാം, പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പം അതേപോലെ തന്നെ പിന്നീട് സുഭാഷ് ജോലിക്ക് പോകാനും ഒരുങ്ങണ സമയത്ത് സുധീഷ് വന്നിട്ട് പറഞ്ഞു, എടാ നികേഷേ, നീയും കൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചാൽ, അതെന്തിനാ? ഇനി സുഭാഷേണ് പോകുന്ന വഴിക്കേ ചിലപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്നിരിക്കും, അതിനെയൊക്കെ നേരിടാൻ ബുദ്ധിമുട്ട് കാണും, ഇവനും കൂടെ ഉള്ള നല്ലതെന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, അതെ, ഞാനും കൂടെ വരാം. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതൊന്നും വേണ്ട, ഞാൻ തനിച്ചു പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. നീതി പറഞ്ഞു, നികേഷും കൂടെ വരട്ടെ. അത് കൂടെ വന്നെന്ന് ഓർത്തുകൊണ്ട് സുഭാഷ് എന്താ, ആൾക്കാരൊക്കെ ചിലപ്പോൾ ഓരോന്നൊക്കെ ചോദിച്ചെന്നിരിക്കും, എങ്ങോട്ട് പോയതാ, എന്താ ഏതാന്നൊക്കെ. അപ്പോൾ സുഭാഷേണ് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും നികേഷും കൂടെ ഉള്ള നല്ലതെന്ന് പറഞ്ഞു. അന്ന് സുഭാഷിനോട് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷേ സുഭാഷ് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒടുവിൽ സുഭാഷ് ജോലിക്ക് പോകണം, കൂടെ നികേഷും കൂടെ ഇറങ്ങി. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച് പോകുമ്പോഴത്തേനും അടുത്ത വീട്ടിലുള്ള 1-2 പേര് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എടാ സുഭാഷേ, നീ ഇത് എവിടെ പോയതായിരുന്നു? നിന്നെ കാണാനില്ലെന്നൊക്കെ കേട്ടായിരുന്നല്ലോ. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, അതെ, സുഭാഷേണ്ണ ഒരിടത്തും പോയതൊന്നും അല്ലായിരുന്നു, സുഭാഷേണ്ണയുടെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. എന്നിട്ട് അങ്ങനെയല്ലല്ലോ കേട്ടത്, നീ എങ്ങോട്ടോ പോയെന്നോ നിന്നെ കാണുന്നില്ലെന്നോ എന്തൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു, പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തെന്നൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ. നികേഷ് പറഞ്ഞു, അതെ, സുഭാഷേണ്ണ ഇപ്പം നിങ്ങളുടെ കൺമുന്നിലുണ്ടല്ലോ, പിന്നെ ഇനി കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, വാ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് കയ്യിലേക്കും കൂടെ പിടിച്ചു വലിച്ചു. സുഭാഷ് പറഞ്ഞു, എടാ അവർ ചോദിച്ചതിന് മറുപടി, അതെ, കൂടുതൽ മറുപടി ഒന്നും പറയണ്ട, അവരോട് കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സമയത്താണ് അടുത്ത വീട്ടിലെ 1-2 ചേച്ചിമാർ വരുന്നത്. എടാ സുഭാഷേ, എന്നാലും ഞങ്ങളൊക്കെ വിചാരിച്ചു നീ ഇതെങ്ങോട്ട് പോയി കാണും, ഇനി വല്ല പെണ്ണിനെയും വിളിച്ചോണ്ട് പോയോ, അതോ ഇനിയിപ്പം വീട്ടിലെത്തണം കാലം താമസമല്ലേ, ആ കുടുംബത്തിൽ എങ്ങനെയാ? അപ്പോൾ ചിലപ്പോൾ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം നീ വീട് വിട്ട് വല്ലതും കടുങ്കൈ ചെയ്ത് കാണുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ, ഞങ്ങൾക്കൊക്കെ ആകെപ്പാടെ ടെൻഷനായിരുന്നു പറഞ്ഞു. ഇത് കേട്ടതും നികേഷ് രൂക്ഷമായിട്ട് അവരെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം, എന്നും പറഞ്ഞ് സുഭാഷിൻ്റെ കയ്യെ പിടിച്ച് വലിച്ചങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ നടക്കുന്ന സമയത്ത് നികേഷ് പറഞ്ഞു, കണ്ടില്ലേ ഓരോരുത്തരുടെയൊക്കെ ചോദ്യം കാര്യങ്ങളൊക്കെ, സുഭാഷേണ്ട ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഏതോ ഒരു ജോലിസിന് എന്തോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ കെട്ടിപ്പെറുക്കി പോയിരിക്കുന്നു. അങ്ങനെ അവർ നടക്കുന്ന സമയത്താണ് ഗംഗാധരൻ എല്ലാം വരുന്നത് കണ്ടേ, ഭാസ്കറിൻ്റെ ചേട്ടൻ. ഗംഗാധരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് സുഭാഷ് പെട്ടെന്ന് പറഞ്ഞതേ വെല്ലിച്ചെന്ന് പറഞ്ഞു. പക്ഷേ ഗംഗാധരൻ മൈൻഡ് ചെയ്തങ്ങ് നടക്കുകയാണ്. ഈ സമയത്ത് നികേഷിനോട് പറഞ്ഞു, എടാ ഞാൻ വെല്ലിച്ചനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വെല്ലിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ്റെ പിന്നാലെ ഓടി ചെല്ലുവാണ്. വെല്ലിച്ച, അത് പിന്നെ ഞാൻ വീട് വിട്ട് പോയതിനൊരു കാരണം ഉണ്ടായിരുന്നു, ജോലിസിന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വെല്ലിച്ചൻ വീട്ടിൽ വന്നെന്നറിഞ്ഞു, ഞങ്ങൾക്കൊരു ആപത്ത് വന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായാലും ഓടി വന്നല്ലോ, ഒത്തിരി നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഗംഗാധരനോട് സംസാരിക്കുകയാണ്. പക്ഷേ ഗംഗാധരൻ വലിയ മൈൻഡ് ഇല്ലാത്ത പോലെ തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു, അതെ വെല്ലിച്ച, എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ട്, കുടുംബക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിസിൽ, ആ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിയാമോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഗംഗാധരൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ വീട്ടിൽ എനിക്ക് നിന്നോടാണ് ഇത്തിരി സ്നേഹവും കരുതലും ഒക്കെ ഉള്ളത്, അറിയാലോ, അതാണ് നിന്നെ കാണുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ഓടി വന്നേ എന്നും പറഞ്ഞുകൊണ്ട്, കുടുംബക്ഷേത്രം ചോദിച്ചുകൊണ്ട് വന്നേക്കരുത്, അതൊന്നും പറഞ്ഞുതരാൻ എനിക്ക് മനസ്സിലാന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സുഭാഷിന് സങ്കടമായി. ഇത് കേട്ടുകൊണ്ട് വന്ന നികേഷ് സുഭാഷിനെ ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.